2 ദിവസം മുമ്പ് പോലീസിൽ നിന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് എന്നോട് അന്വേഷിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല, അത് നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കും എന്ന് സൂചിപ്പിച്ചു. അന്ന് തന്നെ ഉച്ചയോടുകൂടി 2-3 മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ച് ഇതേ കാര്യം അന്വേഷിച്ചു. ചോദിക്കാൻ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചതായി പ്രചരിക്കുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് അവരും സൂചിപ്പിച്ചു. വൈകുന്നേരമാകുമ്പോൾ സുഹൃത്തുക്കളിൽ പലരും വിളിയോട് വിളിയാണ്, ഇത് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന അന്വേഷണമാണ്. അങ്ങനെ മാറ്റിവെക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല, മാറ്റിവെക്കാനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല. ഈ പ്രകാശന ചടങ്ങിലേക്ക് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക, തടയുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രശ്നം ആരംഭിച്ച ഘട്ടം മുതൽ പയ്യന്നൂരിൽ ഒരു സംഘർഷ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. ഇവിടെ 2 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം നടന്നപ്പോ അത് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്റെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തി ഗേറ്റിന് മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നെ അനുകൂലിക്കുന്ന, ഇപ്പോ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രസിഡന്റിന്റെ ബൈക്ക് ഒരു രാത്രിയിൽ തീ വെച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പൂർണ്ണമായും ആ ബൈക്ക് കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ്, അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ്. ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ ചിലർ പരിശ്രമിക്കുമോ എന്ന സംശയം ഞങ്ങളിൽ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഏത് വിധത്തിലും ആളുകളെ ദ്രോഹിക്കുക എന്ന സമീപനം തുടരുകയാണ്. ഇന്നലെ വെള്ളൂരിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി. വെള്ളൂരിലെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സർഗം ദാമുവിന്റെ കുറെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ടണച്ചേരി ഉത്സവ സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വെള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ പകൽ കോറത്തുള്ള ഒരു നോവലിസ്റ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാത്രി ഒരു 10-11 മണിയാകുമ്പോ
ഉത്തരവാദപ്പെട്ട ചില ആളുകൾ പോയി ഇത് നടത്താൻ പറ്റില്ല, ഈ ഫോട്ടോ പ്രദർശനം നടത്താൻ പറ്റില്ല. ഡിവൈഎഫ്ഐക്കാരുണ്ട്. ഈഴവ മാട്രിമോണി നോക്കി ആദ്യം എന്റെ മോടെ വിവാഹം നടത്തി. ഇപ്പോ ഞങ്ങളുടെ മകനും ഞങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലൊരു പെൺകുട്ടിയെ കിട്ടി. ഈഴവർക്ക് ഇവിടെ ധാരാളം ചോയ്സ് ഉണ്ട്. ഈഴവർക്കുള്ള നമ്പർ 1 വിവാഹ സേവനം ഈഴവ മാട്രിമോണി. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. Presented by MyG Future. MyG ആണ് ഫ്യൂച്ചർ. Powered by Jane. Be the change, be the future with Jane deemed to be university coaching. Fashion partner. Trends. Now trending. New collections. Now in store. Ice cream partner. Ski. It's ski time. Travel partner. Club Travelet. Refreshment partner. Bacardi Mixer. It's a mood. Merchandise partner. Strada Sutero. Good evening, Kerala. Show credits. Indel Money Instant Gold Loan. ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ. സൂപ്പർ പസഫിക് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. ഞാനെന്തോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രചാരവേല നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സിനു മുമ്പാകെ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല സന്ദേശങ്ങളടക്കം ഈ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ സാധിക്കത്തക്ക നിലയിലുള്ള തനി കള്ളത്തരങ്ങൾ, അസത്യം പ്രചരിപ്പിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗീബൽസിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് കാലത്ത് അവരുപയോഗപ്പെടുത്തിയതാണ് എങ്കിൽ ഫാസിസത്തിന്റെ പഴയ കാലത്തെ അന്ത്യത്തോടുകൂടി പുതിയ കാലത്ത് പുതിയ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകില്ല. പുതിയ കാലത്തെ പുതിയ രീതിയിൽ പുതിയ പലരും ആ സിദ്ധാന്തം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് ഇതിലൂടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ചടങ്ങിന് ശേഷം പറയാനുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് ജോസഫ് സി മാത്യുവിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഖാവ് VS അനിൽകുമാറിനെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. Zindabad!